എങ്കിലൊരു കാര്യം ചെയ്യാം. കാതിർക്കാട് മോളുടെ കല്യാണത്തിനായി ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിലേക്ക് എനിക്കൊരു 100 രൂപയെ കൊടുക്കാൻ കഴിഞ്ഞോളൂ. ദാ ഈ 10,000 രൂപ കൂടി. മോനെ രമേശ, എന്തിനാ കരയുന്നേ? കരഞ്ഞോട്ടറാ, സന്തോഷം വരുമ്പോ ചിലപ്പോ കരയാറില്ലേ? എന്തായാലും കാതിർക്കാട് ബെസ്റ്റ് ടൈമാ. രമേശ് അറിഞ്ഞോ, സുബൈദയുടെ കല്യാണത്തിന് യേശുദാസ് വരുന്നുണ്ട്. നേരാണോ കാതിർക്ക? അതെ മോനെ, ദാസേട്ടൻ നമ്മൾ പഴയ ദോസ്താ. നിന്നെ പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാ. എന്റെ മോളെ കല്യാണത്തിന് വരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പ കല്യാണം നമ്മൾ അടിപൊളിയാക്കുന്നു. യോയോ അല്ല, രമേശിനേക്കാളും പ്രായമുണ്ടല്ലേ സ്കൂട്ടറിന്? ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ രമേശ? ഒന്ന് ജീവിച്ചു പോട്ടടി മോളെ. അയ്യേ, ഈ പാട്ട വണ്ടി മാറ്റി ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചൂടെ രമേശ? അതിന് ചക്രം വേണ്ടേ? ചക്രം കൂടി കൂട്ടിച്ചേർത്തല്ലേ ബൈക്ക് തരുന്ന? മോളെ തമാശിക്കല്ലേ, വാങ്ങാനുള്ള ദുട്ടിന്റെ കാര്യ പറഞ്ഞേ. ആഹാ, ഇത്രയും കഷ്ടപ്പാടുള്ള ആളാണോ 10,000 രൂപ കിട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തത്? അതെ, അത് ബെറ്റ് കാശല്ലേ. സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിൻ എന്നാണ് പ്രമാണം. അയ്യോ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എങ്കി ഇതേ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുവിടാം. കൊള്ളാം. എന്നിട്ട് വേണം ഫാദർ കച്ചറത്തറ എന്റെ കഴുത്തിൽ. രമേശൻ, ഇന്ന് ബഷീറിന്റെ വക പാർട്ടിയാണ്, നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയ്യോ ഞാനില്ല, ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടണം. ആരാ? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ. ഇത് സ്റ്റാർട്ട് ആയോ? പോട്ടെ. ടാറ്റാ ടാറ്റാ. അമ്മ എന്താ ലേറ്റായ? ലേറ്റോ? വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ എത്തുള്ളൂ.